ഈശോമിശിഹായിലും പരിശുദ്ധ അമ്മയിലും ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം. കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. എത്രയോ മനോഹരമായ ഒരു കാര്യമാണ് യോഹന്നാൻ സുവിശേഷകൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ വാക്ക് തന്നെ നമുക്ക് മണിക്കൂറുകളോളം ധ്യാനിക്കാനും ചിന്തിക്കാനുമുണ്ട്. അമ്മ അവിടെ ഉള്ളതുകൊണ്ടാണ് അവർക്കൊരു സങ്കടമുണ്ടായപ്പോൾ അവരെ സഹായിക്കാൻ അമ്മയ്ക്ക് സാധിച്ചത്. കാനായിലെ വിവാഹ വിരുന്ന് നടത്തിയ ആ വീട്ടുകാരുടെ ഏറ്റവും വലിയ വിജയം ഞാൻ കരുതുന്നു അമ്മയുടെ സാന്നിധ്യം അവർ ഉറപ്പുവരുത്തി എന്നുള്ളതാണ്. അതായത് ഒരു വീഞ്ഞ് തീർന്നു പോകാൻ വേണ്ടി പോവുകയാണ്, ഒരു സങ്കടമുണ്ടാകാൻ വേണ്ടി പോവുകയാണ്. വീഞ്ഞ് എന്ന് പറയുന്നത് യോഹന്നാൻ്റെ ഒരു പ്രതീകമാണ്. അത് സ്നേഹത്തിൻ്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ വിശുദ്ധിയുടെ കുറവായിരിക്കാം, സമ്പത്തിൻ്റെ കുറവായിരിക്കാം. അങ്ങനെ ഏതോ ഒരു കുറവ് സൂചിപ്പിക്കാനാണ് വീഞ്ഞ് എന്ന വാക്കുകൊണ്ട് യോഹന്നാൻ ഇവിടെ പരിശ്രമിക്കുന്നത്. സ്നേഹമുള്ളവരുടെ നമ്മുടെയും ജീവിതത്തിൽ, വ്യക്തിജീവിതങ്ങളായാലും കുടുംബജീവിതങ്ങളായാലും വീഞ്ഞ് തീർന്നു പോകുന്ന അവസ്ഥകളുണ്ടാവാം. മുട്ടുപാടുകളും പരിമിതികളുമൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായേക്കാം. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അത് ഏതൊരു ജീവിതാവസ്ഥയിലും ബാധകമാണ്. അത് വൈദികരുടെ ആവട്ടെ, സന്യസ്തരുടെ ആവട്ടെ, കുടുംബജീവിതം നയിക്കുന്നവരുടെ ആവട്ടെ, ചെറുപ്പക്കാരുടെ, കുഞ്ഞുങ്ങളുടെ, എല്ലാവരുടെയും ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ആ സമയത്ത് നമ്മളെ സഹായിക്കാൻ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാനൊരു അച്ഛനായതുകൊണ്ട് തന്നെ ഒത്തിരി വീട് വെഞ്ചരിക്കാനൊക്കെ പോകാറുണ്ട്. വീട് വെഞ്ചരിക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡ് പോലെ വളർന്നു വന്നൊരു കാര്യമാണ്, വീടുകളിലേക്ക് ഫ്രണ്ടിൽ മനോഹരമായ ഒരു പ്രാർത്ഥനാ മുറി എല്ലാവരും സജ്ജീകരിക്കും. പരിശുദ്ധ അമ്മയുടെയും മറ്റ് വിശുദ്ധരുടെയും ഈശോയുടെയും ഒക്കെ വലിയ രൂപങ്ങളും വലിയ ഫോട്ടോകളുമൊക്കെ സ്ഥാപിക്കുന്ന ഒരു പതിവുണ്ട്. വളരെ നല്ലതാണ്, ഒത്തിരി നല്ലതാണ്. വെഞ്ചരിക്കുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് സംഭവിക്കുന്ന ഒരു ദുരന്തം പിന്നീട് അമ്മയും ഈശോയും അവർ ഗൗനിക്കുന്നില്ല. പല വീടുകളിലും അമ്മയ്ക്കും ഈശോയ്ക്കും വലിയ സ്ഥാനമൊന്നുമില്ല. പുറത്ത് വളരെ മനോഹരമായ രൂപങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുണ്ടാവാം, പക്ഷേ ഉള്ളിൽ അവർക്കൊട്ടും സ്ഥാനമുണ്ടാവുകയില്ല. ഞാൻ പലപ്പോഴും അവരോട് പറയാറുണ്ട്, ഇന്നുകൊണ്ട് ഈ ഭക്തി നിങ്ങൾ അവസാനിപ്പിക്കരുത്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യവും ഏറ്റവും വലിയ സ്ഥാനവും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വീട്ടിലൊരു സങ്കടം വരുമ്പോൾ സഹായിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് പറ്റുകയുള്ളൂ. ഒരു കല്യാണ വിരുന്നൊന്ന് സങ്കല്പിക്കുക. കല്യാണ വിരുന്നിൽ പല വിധത്തിലുള്ള ആൾക്കാരുണ്ടാകും. കുറച്ച് പേര് പുറമേ സദ്യ ആസ്വദിക്കാൻ വേണ്ടി വന്നവരുണ്ടാകും. ഭൂരിപക്ഷം പേരും അങ്ങനെയുള്ളവരായിരിക്കും. കുറേ പേര് വിരുന്നുകാരായിട്ട് പുറമേ ഇങ്ങനെ ബന്ധുക്കളായി നിൽക്കുന്ന കുറേ പേരുണ്ടാകും. മറ്റു കുറച്ച് പേര് കലവറയിൽ ജോലി ചെയ്യുന്നവരുണ്ടാവാം. ഇനി വേറെ കുറച്ച് പേര് കുടുംബത്തിൽപ്പെട്ടവരുണ്ട്, ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അങ്ങനെയുള്ളവർ, കുടുംബത്തിൽപ്പെട്ടവർ. നമുക്കറിയാം, ഒരു സദ്യയിൽ ഒരു ഐറ്റം എന്തുമാവട്ടെ അത് കുറഞ്ഞു പോയാൽ ആദ്യം അറിയാൻ പോകുന്നത് കലവറയിൽ ജോലി ചെയ്യുന്നവരാണ്. പന്തിയിലിരിക്കുന്നവർക്ക്, സദ്യ ആസ്വദിക്കുന്നവർക്ക് അതിന് അവസാനമേ അറിയാൻ പറ്റുകയുള്ളൂ. ഒരു കുറവുണ്ടായാൽ ആദ്യം നോട്ട് ചെയ്യുന്നത് ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നവർക്കാണ്, കലവറയിൽ പ്രവർത്തിക്കുന്നവർക്കാണ്. വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഒരു വലിയ വിചിന്തന വിഷയമാണ്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, ആ വീട്ടിലൊരു കുറവുണ്ടായി എന്ന് അമ്മയ്ക്ക് മനസ്സിലായി എന്നതിനർത്ഥം അമ്മയുടെ സ്ഥാനം കലവറയിലായിരുന്നു. അതായത് ക്ഷണിക്കപ്പെട്ട വിരുന്നുകാരുടെ കൂടെ ആയിരുന്നില്ല അമ്മയുടെ സ്ഥാനം. കുടുംബത്തിലുള്ള ഒരു അംഗത്തെ പോലെ കലവറയിൽ കയറാൻ മാത്രം സ്വാതന്ത്ര്യം ആ കുടുംബം അമ്മയ്ക്ക് കൊടുത്തു. അതുകൊണ്ടാണ് ആ കുടുംബത്തിൽ ഒരു സങ്കടമുണ്ടായപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഇടപെടാൻ സാധിച്ചത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയോട് ഒത്തിരി സ്നേഹമുള്ളവരും ഭക്തിയുള്ളവരും ജപമാല ചെല്ലുന്നവരും നൊവേന ചെല്ലുന്നവരും അമ്മയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണ്. തീർച്ചയായിട്ടും അതൊക്കെ നല്ലതാണ്. പക്ഷേ അതൊക്കെ പലപ്പോഴും ഒരു ഉപരിപ്ലവമായ ഭക്തകൃത്യങ്ങളായി മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാനായിലെ വിവാഹ വിരുന്നിൽ അവർ ശ്രമിച്ചതുപോലെ കലവറയിൽ കയറാൻ മാത്രം ഒരു സ്വാതന്ത്ര്യം അമ്മയ്ക്ക് കൊടുത്താൽ, അമ്മ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടാകുമ്പോൾ, വീഞ്ഞ് തീർന്നു പോകുമ്പോൾ, അതായത് എന്തെങ്കിലും ഒരു സങ്കടമോ കുറവോ ഉണ്ടാകുമ്പോൾ അമ്മ ഇടപെടും. അത് നമുക്കൊരു വലിയ ബോധ്യമാവട്ടെ. അമ്മയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക്, ജീവിതത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് അമ്മയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം. നമുക്ക് വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്യാം, ആ കുടുംബത്തിൽ സ്വാഭാവികമായിട്ടും ഒരു വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുമ്പോൾ വലിയൊരു പ്രശ്നമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ബിരിയാണി സദ്യ വിളമ്പുകയാണെന്ന് കരുതുക. ബിരിയാണി വിളമ്പുമ്പം സർലാസ് തീർന്നു പോയെന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ
ചിക്കൻ ബിരിയാണിക്ക് ചിക്കൻ പീസ് തീർന്നു പോയി എന്ന് പറഞ്ഞാൽ എത്രയോ ഗൗരവമേറിയ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെ യഹൂദരുടെ സംസ്കാരം അനുസരിച്ച് വിവാഹത്തിന് വീഞ്ഞ് തീർന്നു പോയി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കുറവാണ്. അത് ആ കുടുംബത്തിൻ്റെ മുഴുവനും അപമാനത്തിലേക്ക് തള്ളിവിടുന്നൊരു കാര്യമാണ്. അത് മാത്രമല്ല, ആ വിവാഹവിരുന്ന് നടക്കുന്ന വരനോ വധുവിനോ പിന്നീട് ഒരിക്കലും ഒരു കല്യാണം പോലും നടക്കാൻ സാധ്യതയില്ല. കാരണം ദൈവശാപത്തിൻ്റെ അടയാളമായിട്ടാണ് അന്നത്തെ സംസ്കാരത്തിൽ വീഞ്ഞ് തീർന്നു പോവുക. വിവാഹത്തിന് വീഞ്ഞ് തീർന്നു പോവുക എന്ന് പറഞ്ഞാൽ ദൈവശാപം കിട്ടിയ ഒരു കുടുംബം അതിൻ്റെ അടയാളമായിട്ടാണ് അന്ന് എണ്ണിയിരുന്നത്. അതായത് നിസ്സാര കാര്യമല്ല, ഒരു വലിയൊരു സങ്കടമാണ് ആ കുടുംബത്തെ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. വീട്ടുകാരെല്ലാവരും ടെൻഷനിലാണ്. കലവറയിലുള്ളവർ ടെൻഷൻ അടിക്കുന്നു. എന്ത് വിളമ്പുമെന്ന് ആർക്കും അറിയില്ല. പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ സാഹചര്യത്തിൽ അമ്മ ലോകത്തിൽ എല്ലാവർക്കും ബാധകമായ മനോഹരമായ ശാന്തത നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അമ്മ വളരെ പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട. കാരണം വീഞ്ഞ് തീർന്നു പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ വീഞ്ഞ് തീർന്നു പോയെങ്കിൽ അതിന് പരിഹാരം കാണാൻ കഴിവുള്ളവൻ ഈ പന്തലിൻ്റെ നടുമുറ്റത്തിരിപ്പുണ്ട്. അവരിലേക്ക് നിങ്ങൾ നോക്കുക. അത് ഈശോയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് എന്നോട് നിങ്ങളോടും പരിശുദ്ധ അമ്മ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും, പ്രശ്നങ്ങളില്ലാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ ആ പ്രശ്നങ്ങൾക്ക് നടുവിൽ അതിന് പരിഹാരം കാണാൻ പറ്റുന്ന ഒരു ഈശോ നമുക്കുണ്ട്. ആ ഈശോയിലേക്ക് നോക്കാനുള്ള ഒരു ക്ഷണമാണ് മാതൃഭക്തി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് അന്നും ഇന്നും പറയാൻ ഒന്നേ ഉള്ളൂ, അവനിലേക്ക് നോക്കുക, അവൻ പറയുന്ന പോലെ ചെയ്യുക. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാനം കൊടുക്കണം. കലവറയിൽ കയറാൻ മാത്രം സ്വാതന്ത്ര്യം കാനായിലെ വിവാഹവിരുന്ന് നടത്തിയ കുടുംബക്കാർ അമ്മയ്ക്ക് കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിലെയും വ്യക്തിപരമായ ഒരു സ്പേസിലേക്ക് പരിശുദ്ധ അമ്മയെ നമുക്ക് ക്ഷണിക്കാം. അമ്മ തീർച്ചയായിട്ടും ഒരു സങ്കടം വരുമ്പോൾ നമുക്ക് വേണ്ടി ഇടപെടുമെന്നുള്ള ഉറപ്പാണ്. അമ്മ ഇടപെട്ടാൽ അതിനൊരു പരിഹാരം ഉണ്ടാവും. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.